സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കാലാവസ്ഥാ വകുപ്പ്. ചൂട് കൂടുകയാണ്. ഏതെല്ലാം രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്? മഞ്ജുഷ, കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഒട്ടുമിക്ക ജില്ലകളിലും 35 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് കൂടുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് 9 ജില്ലകൾക്കാണ് ഇത്തരത്തിലൊരു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ കൊല്ലം, അതുപോലെ തന്നെ പാലക്കാട് ജില്ലകൾക്കാണ് 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് കടന്നേക്കും എന്നൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട്, കൊല്ലം ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ ഒരു 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടക്കുന്ന ജില്ലകളാണ് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ്. അവിടെ ഉയർന്ന താപനില കണക്കാക്കിയിരിക്കുന്നത് 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നേക്കും എന്നൊരു അറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. മറ്റൊന്ന് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ, എറണാകുളം, കോട്ടയം, കണ്ണൂർ എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയർന്നേക്കും എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് സാധാരണ ദിവസത്തേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതുകൊണ്ട് തന്നെ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് ഈ ചൂട് കൂടുന്നതോടെ മറ്റ് അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട്. സൂര്യാഘാതം മുതലായവ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പകൽ സമയത്ത്, ചൂട് സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥത വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തണമെന്നൊരു നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിരന്തരം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം, ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് മറ്റൊന്ന് എന്ന് പറയുന്നത് സ്കൂളുകൾക്കും അതുപോലെ തന്നെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കും എല്ലാം ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. കുട്ടികളെ ഈ സ്കൂൾ സമയത്ത് കുട്ടികളെ വെയിലിൽ ഇറങ്ങാതെ ഇരിക്കുവാനുള്ള ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്ലാസ് റൂമുകളിലെല്ലാം വെള്ളം ഉറപ്പാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പുറത്ത് ജോലി ചെയ്യുന്നവർ, അതായത് സൂര്യപ്രകാശത്ത് തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പുണ്ട്. അതായത് അവിടെയും ഒരു പകൽ സമയത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാനുള്ള ശ്രദ്ധ, ആ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയം, അതായത് 12 മണി മുതൽ 3 മണി വരെ ഒരു ജോലി നിർത്തിവെക്കുവാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കുറയുന്നില്ല എന്ന് തന്നെയാണ്. മധ്യവേനൽ കാലം തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ വേനൽക്കാലം ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത് വലിയ ഗുരുതരമായൊരു സ്ഥിതിയിലേക്ക് എത്തപ്പെടാൻ സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ ദിവസത്തേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.